Hello friends, good morning. It's me Simon. YouTube channel Simon Varghese, Facebook Simon Varghese, Instagram. ഒരു കൺട്രി ബോട്ട് മോട്ടർ വെച്ച് വരുന്നുണ്ട്. ഈ കോർണർ എനിക്കൊരു വലിയ പാഷനാണ്. എക്സസൈസ് ചെയ്യുന്നതൊക്കെ ഇവിടെ വന്നാണ്. ഇതിൻ്റെ ഭംഗി എന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ഒരു വലിയ വികസനത്തെ പറ്റിയൊന്നും വലിയ ചിന്തയില്ലാതൊരു പ്രദേശമാണ്. പക്ഷേ വികസനം വളരെ കാര്യക്ഷമമായി വന്നു. നമ്മുടെ പാലമൊക്കെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി അങ്ങനെ സൂപ്പറായിട്ട് പോവുകയാണ് അല്ലേ. ഓക്കെ, ഞാൻ മോർണിംഗിൽ ഇങ്ങനൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ചോദിച്ചു, ഇപ്പം ഫേസ്ബുക്കിലൊന്നും ഇടുന്നില്ലേ? ഉണ്ട്, ഇടുന്നുണ്ടല്ലോ. ഞാൻ യൂട്യൂബിൽ കയറിയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറെ, അതെ, നിങ്ങൾ എടുക്കാൻ പറഞ്ഞു. ഫോൺ എടുത്ത് അപ്പം തന്നെ നോക്കിയാൽ ഫേസ്ബുക്കിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ലിങ്ക് പോയി കിടക്കുക. അതായത് നമ്മളൊരു ഇപ്പം ഇൻസ്റ്റഗ്രാം ആണെങ്കിലും എല്ലാം വാട്സപ്പ് എല്ലാം ഈ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തിയറി പ്രകാരം വർക്ക് ചെയ്യുന്നത്. ഒരാളുടെ ഇഷ്ടം അനുസരിച്ചാണ് നമുക്ക് പ്രോഡക്റ്റ് തരുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് വായിക്കുന്നു, ഓക്കെ, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയോ ഡിസ്ലൈക്ക് ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരു കമൻ്റ് ഇടുക, ഹായ് എന്നിടുക, അല്ലെങ്കിൽ ക്രമേണ അത് പുറകോട്ട് പോകും. പിന്നെ നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ നിങ്ങൾ സൈമൺ വർഗീസ് സെർച്ച് ചെയ്ത് എടുക്കേണ്ടി വരും. അതാണ് പറ്റുന്നത് പലർക്കും. അപ്പോൾ അവർ യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് യൂട്യൂബിൽ കയറും. ഞാൻ പറയുകയാണ്, ഇൻസ്റ്റഗ്രാമിലാണേലും ഫേസ്ബുക്കിലാണേലും യൂട്യൂബിലാണേലും നിങ്ങൾ കയറുമ്പം ഒരു ലൈക്കോ ഡിസ്ലൈക്കോ അടിച്ചു പോയാൽ അപ്പം നിങ്ങൾ ആ ചാനലുമായിട്ടുള്ള ബന്ധം നിലനിർത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എനിക്ക് 3000-ഓളം അടുത്ത് ഫ്രണ്ട്സുണ്ട്, മ്യൂച്വൽ ഫ്രണ്ട്സുണ്ട് ഇവിടെ നമ്മുടെ ഫേസ്ബുക്കിൽ. പക്ഷേ പലർക്കും അത് കിട്ടണമെങ്കിൽ സെർച്ച് ചെയ്യേണ്ട സ്ഥിതി. അതെന്താണെന്ന് വെച്ചാൽ അവരെല്ലാം നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, വീഡിയോ വായിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അവരുടെ ഇൻട്രസ്റ്റ് കാണിക്കാത്തത് കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പുറകോട്ട് തള്ളിവിടും. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖല മുമ്പോട്ട് കൊണ്ടുവരും. അതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാത്തതല്ല, ഞാൻ ആഴ്ചയിൽ 5 വീഡിയോ ഒക്കെ ചെയ്തു വരുന്നുണ്ട്, യാതൊരു മടിയില്ലാതെ. പിന്നെ 2 ദിവസം പഠനവും വിശ്രമത്തിലൊക്കെ ആയിട്ട് പോകും. ഓക്കെ, എന്തായാലും കേരളം വളരെ രസകരമായിട്ട് പോകുന്ന സന്ദർഭം അല്ലേ. എന്താണെന്ന് വെച്ചാൽ ടി വി കാണാനും പത്രം കാണാനൊക്കെ രസമുണ്ടല്ലേ, തെറിയുമ്പോഴോ അടിയുമ്പോൾ. അത് രസം വെച്ച് കേരളത്തിൽ ഞങ്ങൾക്കറിയാം. ഇലക്ഷൻ എടുക്കുമ്പോഴുള്ള ഒരു അടിയും ബഹളവും സ്റ്റണ്ടുമാണ് ഈ വരുന്നതെന്ന്. അത്രത്തോളം അവർ ഉയർന്നു കഴിഞ്ഞു. കാരണം നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഈ വഞ്ചിക്കകത്തൊക്കെ സ്വർണം കൊണ്ടുവന്നു കള്ളക്കടത്ത് നടത്തി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ പുതിയത് വന്നു. ഓരോന്നിങ്ങനെ ഓരോ ഇലക്ഷന് വരും. അത് രസമാണ്, നടക്കട്ടല്ലേ. പക്ഷെ അതൊന്നും കേരളത്തിലെ ജനങ്ങളെ അത് അവർക്കത് കൗതുകത്തോടെ നോക്കിക്കാണുന്നതെന്നല്ലാതെ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ വിദ്യാഭ്യാസ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനും ഓർത്തു, മന്ത്രി വരെ പറഞ്ഞു ഒരു രണ്ടാം വിമോചന സമരത്തിന് കേരളത്തിൽ സ്കോപ്പില്ല എന്ന് വരെ പറഞ്ഞു. കാരണം സ്വരുക്കൂട്ടി വന്ന അങ്ങനെ. അതിനിടയ്ക്ക് ഒരു വിഭാഗത്തിന് ഒരു വിധി കിട്ടി, അവരുടെ പ്രശ്നം സോൾവ് ചെയ്തു.
അപ്പോൾ ഇമ്മൻസായിട്ട് ഗവൺമെൻറ് ഇടപെട്ട് ആ വിഷയത്തിൽ ചർച്ച, അതാണ് ഈ ഗവൺമെൻറ്റിങ്ങിൻ്റെ ഒരു, ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഗവൺമെൻറ്റിങ്ങിൻ്റെ ഒരു ശക്തി അതാണ്. അവരെ ഇൻവോൾവ് ചെയ്യുക, ചർച്ച ചെയ്യുക, വിഷയത്തിൽ ഇടപെടുക, മാന്യവും മഹത്തരവുമാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക, ആ പ്രശ്നം സോൾവ് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയും മന്ത്രി തന്നെയും പരാതിക്കാരുമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാവുന്നൊരു ഘട്ടത്തിലേക്ക് എത്തി. ഇതാണ് കാര്യം. അല്ല, നമ്മൾ പ്രശ്നങ്ങളെ അവധാനതയോടെ സമീപിക്കുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്തുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. തീർച്ചയായിട്ടും നമ്മൾ ഈ നാട്ടിൽ വലിയൊരു വികസനത്തിൻ്റെ കാറ്റടിക്കുന്നുവെന്ന് കുടിൽ തൊട്ട് കൊട്ടാരം വരെ എല്ലാവർക്കും അറിയാം. 50 വർഷം മുമ്പത്തെ കേരളമാണോ ഇന്ന്? എന്തിനാ കഴിഞ്ഞ വർഷത്തെ കേരളമാണോ ഇന്ന്? പണ്ട് നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നത്, പണ്ട് ബാംഗ്ലൂർ ടൂർ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ പോയി ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരാണ് പൊക്കൊണ്ട്. ഒരു പ്രാവശ്യം കൂടെ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പം നമുക്ക് സ്ട്രീറ്റ് പോലും മനസ്സിലായത് ഭയങ്കര ചേഞ്ചസ്സാണ്. എന്ന് പറഞ്ഞ പോലെ കേരളത്തിന് ഭയങ്കര ചേഞ്ചസ്സാണ് വരുന്നത്. അത് പൊളിറ്റീഷ്യൻസ് മാറണം, ഗവൺമെൻറ്റിങ് പേഴ്സണാലിറ്റീസ് മാറണം, സാധാരണക്കാർ മാറണം, തൊഴിലന്വേഷകർ മാറണം, തൊഴിൽ നടത്തിപ്പുകാർ മാറണം, എല്ലാവരും മാറണം, മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ അതനുസരിച്ച് മുമ്പോട്ട് പോയെങ്കിൽ നമുക്ക് വിജയം കൊയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു മാരേജ് ഫങ്ഷന് പോയി. ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ഈ ഫുഡ് ഹാബിറ്റും മറ്റേ ഡ്രിങ്കിങ് ഹാബിറ്റൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു. വലിയ ഭയങ്കര ആഡംബരപൂർണമായ കല്യാണമായിരുന്നു. രാത്രിയിലാണ് കല്യാണമോ മനസ്സമാധാനം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിരുന്ന് അത്ര ഉദ്ദേശിച്ചാൽ മതി. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴേ എല്ലാവരും ഭക്ഷണമൊക്കെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. അതായത് മട്ടൺ ബിരിയാണി, പിന്നെ ചിക്കൻ 65 എന്നൊക്കെ പറഞ്ഞ് പല വെറൈറ്റി ചെയ്തിട്ട് ആരും കുറേശ്ശെ കഴിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ബോധവാന്മാരായി. നമ്മുടെയൊക്കെ ബോഡിക്ക് ആവശ്യമില്ലാത്ത കൂടുതൽ ഭക്ഷണം കഴിക്കരുതെന്നുള്ള ബോധ്യം വന്നു തുടങ്ങി. എനിക്കൊത്തിരി സന്തോഷം തോന്നി. കാരണം ജനങ്ങൾ പഠിച്ചു. ഓസി കിട്ടിയാൽ ആസിഡ് അടിക്കുമെന്ന് പറയുന്ന കാലമൊക്കെ പോയി. നമുക്ക് ആവശ്യമുള്ളത്, ഓസി കിട്ടിയാലും ആവശ്യമുള്ളത് മാത്രം കഴിക്കുക എന്ന രീതിയിലേക്ക് വന്നു. അതുപോലെ മദ്യപാനം വളരെ കുറഞ്ഞു. കാരണം ഇവർ മദ്യമൊക്കെ ഒത്തിരി വിളമ്പുന്ന ആളുകളാണ്, സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. പക്ഷേ അവിടെ വളരെ VIP ആയിട്ടുള്ള ഇതിൻ്റെയൊക്കെ പുറകെ നടന്നിരുന്ന ആളുകളൊക്കെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കൂടെ സ്റ്റേജിൻ്റെ അടുത്ത് കസേരയിൽ നിന്ന് പാട്ട് കേൾക്കുന്നു. അപ്പോൾ അവരൊന്നും ഇതിനകത്ത് താല്പര്യം കാണിക്കുന്നില്ല ഈ മദ്യപാനത്തിൽ. കാര്യം അവിടെ മദ്യപാനം ചെയ്യാനുള്ളവർക്ക് അവസരമൊക്കെ ഉണ്ടായിരുന്നു, കാരണം അവരുടെ ആ ഒരു പ്രതാപത്തിന്. പക്ഷേ വളരെ കുറച്ച് പേരെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചു. അത് നാട്ടിലുണ്ടാകുന്ന മാറ്റമാണ്. നമ്മുടെ ഈ ക്ലൈമറ്റിന് മദ്യപാനം ചേർന്നതല്ല, നമ്മുടെ ഈ ക്ലൈമറ്റിന് എന്നല്ല ഒരു ക്ലൈമറ്റിനും പുകവലി ചേർന്നതല്ല. ഡ്രഗ് നമ്മളെ തകർത്ത് കളയുന്നൊക്കെയുള്ള ബോധ്യം വന്നിരിക്കുന്നു. അത് നമ്മുടെ യുവാക്കളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൂടെ പകർന്നു കൊടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ കുട്ടികൾ ഡ്രഗ് അഡിക്റ്റ് ആകാതെ, മദ്യത്തിന് അഡിക്റ്റ് ആകാതെ, പുകവലിക്ക് അഡിക്റ്റ് ആകാതെ പോയാൽ നമ്മുടെ ബാല്യത്തിലുള്ള കുട്ടികളും അങ്ങനെ വരുമല്ലേ. അങ്ങനെ വന്നാലൊരു സുസ്ഥിര വികസിത സംസ്ഥാനമോ രാജ്യമായി നമ്മൾ മാറുമല്ലേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി പരിശ്രമിക്കാം. മദ്യപാനത്തിനും പുകവലിക്കുമെതിരെ, ഡ്രഗ്സിനെതിരെ നമുക്ക് ഒന്നിച്ചു നിന്ന് പെരുമാറാം, പ്രവർത്തിക്കാം. ഒരുത്തനെയും മദ്യപിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഒരുത്തനെയും നമ്മൾ പുകഴ്ത്തി പറയരുത്. അവരുടെ മുഖത്ത് പോയി പറയുന്നത് നല്ലതല്ലടാ എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.